ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടേ ഒരു സുഖമില്ല കേട്ടോ. എന്തോ ഒരു മൂഡ് ഓഫ് പോലെ. എന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ മൂഡ് ഓഫ് ആയിരുന്നാൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ ഒട്ടും ആക്റ്റീവ് ആവില്ലല്ലോ. അപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങോട്ട് ആക്റ്റീവ് ആവുക അത്ര തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ മഴയും ഇല്ല വെയിലും ഇല്ല, എന്തോ ഒരു ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു പോലെ ഒന്നും ചെയ്യാനും തോന്നുന്നില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ വീടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എത്ര വൃത്തിയാക്കിയിട്ടാലും പിന്നെയും പിന്നെയും വൃത്തികേടാവും. ഞാനൊരു സൈഡിൽ നിന്ന് വൃത്തിയാക്കും, അവരൊരു സൈഡിൽ നിന്ന് വൃത്തികേടാക്കും. അതാണ് ഇവിടുത്തെ കാര്യം. അങ്ങനെ ചെയ്ത് എനിക്കിപ്പോൾ മനസ്സിലായി ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവരുടെ എല്ലാ കളിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒതുക്കാൻ നിൽക്കാറില്ല കേട്ടോ. നിൽക്കാറുള്ളൂ കേട്ടോ. പിന്നെ എന്താ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യണ്ടായിരുന്നു. അതിനിടയ്ക്ക് നിന്ന് ചാരുട്ടിക്ക് പോകാനില്ലാത്തതിനെ കൊണ്ട് കുറേ നേരം ചാരുട്ടി നന്ദുവിനെ നോക്കിയിരുന്നോളൂ കേട്ടോ. അതൊരു കാര്യമുണ്ട്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. ഇപ്പോൾ ഒന്നും അലക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ടേ അലക്കാൻ നോക്കുകയുള്ളൂ കേട്ടോ. കാരണം അലക്കാൻ നിന്നാൽ കുറേ ടൈം അങ്ങനെ പോകും. പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് കറി ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബീൻസ് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, വെള്ള ബീൻസുണ്ട് പച്ചയുണ്ട്. എനിക്ക് ഈ പച്ച ബീൻസാട്ടോ കുറച്ചുകൂടി ഇഷ്ടം. അത് കുറച്ചും ടേസ്റ്റായി തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ വെക്കുന്നിടത്ത് തന്നെയാട്ടോ വെക്കാറുള്ളത്. തേങ്ങയൊന്നും ചിരവിടുന്നില്ല. എന്താ പറയുക, ഉപ്പും കുറച്ച് ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വേവിക്കാട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുക കേട്ടോ. ചാരുട്ടിക്ക് ലീവുള്ള ദിവസം അവൾക്ക് എന്തെങ്കിലും സൈഡിൽ ഇങ്ങനെ ഉപ്പേരിയോ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. പിന്നെ അമ്മ കാടാമ്പുഴ പോയപ്പോൾ കാടാമ്പുഴയിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആരും കഴിക്കുന്നില്ല. അപ്പോൾ ഞാനെടുത്ത് കഴിക്കുക കേട്ടോ. വെറുതെ വേസ്റ്റ് ആക്കി ഇട്ടാൻ പറ്റില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നേരം ഇരുന്നിങ്ങനെ കഴിച്ചു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഉപ്പേരി അടുപ്പത്താവുന്നുണ്ട്, അതും നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചാരൂട്ടി നന്ദൂട്ടി എന്താക്കാൻ നോക്കുന്നുണ്ട്, അതും നോക്കണം. എല്ലാം കൂടി എൻ്റെ കിളി പറന്ന അവസ്ഥയാണ് ഗായ്.